യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 33. സഹായത്തിന് അപേക്ഷ. നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്തവനെ നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിൻ്റെ നാശം സംഭവിക്കും. നിൻ്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഇടിമുഴക്കം പോലുള്ള നാദത്തിൽ ജനതകൾ ഓടുന്നു. അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ജനതകൾ ചിതറിപ്പോകും. കമ്പിളിപ്പുഴു തിന്നുകൂട്ടുന്നത് പോലെ കൊള്ള മുതൽ വാരിക്കൂട്ടും. വെട്ടുകിളികളെ പോലെ അവർ അതിന്മേൽ ചാടി വീഴും. കർത്താവ് പുകഴ്ത്തപ്പെടുന്നു. അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു. അവിടുന്ന് സിയോനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കും. അവിടുന്നാണ് നിൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. അതാ വീരന്മാർ പുറത്തുനിന്ന് നിലവിളിക്കുന്നു. സമാധാന ദൂതന്മാർ കൈപ്പോടെ കരയുന്നു. രാജവീഥികൾ ശൂന്യമായി കിടക്കുന്നു. പഥികൻ അതിലെ നടക്കുന്നില്ല. ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു. സാക്ഷികൾ വെറുക്കപ്പെടുന്നു. മനുഷ്യനെ കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാതായിരിക്കുന്നു. ദേശം ദുഃഖിച്ച് കരയുന്നു. ലെബനോൻ ലജ്ജയാൽ തളരുന്നു. ഷാരോൻ മരുഭൂമി പോലെയായി. ബാഷാനും കാർമേലും തങ്ങളുടെ ഇല കൊഴിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഞാൻ എന്നെ തന്നെ ഉയർത്തും. ഇപ്പോൾ എനിക്ക് പുകഴ്ച ലഭിക്കും. നീ പതിരിനെ ഗർഭം ധരിച്ച് വൈക്കോലിനെ പ്രസവിക്കും. നിൻ്റെ നിശ്വാസം നിന്നെ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും. ജനതകളെ കുമ്മായം പോലെ നീറ്റും. അവർ വെട്ടി അഗ്നിയിലിടുന്ന മുള്ളുപോലെയാകും. വിദൂരസ്ഥരെ ഞാൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ശ്രവിക്കുവീൻ. സമീപസ്ഥരെ എൻ്റെ ശക്തി അറിഞ്ഞുകൊള്ളുവീൻ. സിയോനിലെ പാപികൾ പരിഭ്രാന്തരായിരിക്കുന്നു. അധർമ്മികളെ വിറയൽ ഗ്രസിച്ചിരിക്കുന്നു. നമ്മിൽ ആർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാനാവും? നിത്യജ്വാലയിൽ നമ്മിൽ ആർക്ക് ജീവിക്കാൻ കഴിയും? നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെപ്പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവന് പ്രതിരോധമുറപ്പിക്കും. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടുകൂടെ നിൻ്റെ കണ്ണുകൾ ദർശിക്കും. വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശവും അവ കാണും. ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഓർക്കും. എണ്ണിയവൻ എവിടെ? കപ്പം തൂക്കം നോക്കിയവൻ എവിടെ? ഗോപുരങ്ങൾ എണ്ണി നോക്കിയവൻ എവിടെ? ദുർഗ്രഹ ഭാഷ സംസാരിക്കുന്ന, മനസ്സിലാകാത്ത ഭാഷയിൽ വിക്കി വിക്കി പറയുന്ന ഗർവിഷ്ഠരെ നീ ഇനിമേൽ കാണുകയില്ല. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുവിൻ. പ്രശാന്ത വസതിയും ഇളക്കമില്ലാത്ത കൂടാരവുമായ ജെറുസലേമിനെ നിൻ്റെ കണ്ണുകൾ ദർശിക്കും. അതിൻ്റെ കുറ്റി പിഴുതെടുക്കുകയോ കയറ് പൊട്ടിക്കുകയോ ഇല്ല. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രതാപത്തോടെ വാഴും. തണ്ടുവള്ളങ്ങളും പ്രൗഢിയാടുന്ന കപ്പലുകളും കടന്നു വരാത്ത വിസ്തൃതമായ നദികളും തോടുകളും ഏറെയുള്ള സ്ഥലമായിരിക്കും അത്. കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും. നിൻ്റെ കയറുകൾ അയഞ്ഞിരിക്കുന്നു. പാമരം ഉറപ്പിക്കാനും പായ് വിരിച്ച് നിർത്താനും അതിനാവുകയില്ല. സമൃദ്ധമായ കൊള്ള മുതൽ പങ്കിടും.
മുടന്തനും കൊള്ള വസ്തു കിട്ടും. അവിടുത്തെ നിവാസികളിലാരും താൻ രോഗിയാണെന്ന് പറയുകയില്ല. അവരുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് ലഭിക്കും. പ്രിയ ദൈവജനമേ, അസീറിയൻ സൈന്യം യൂദയായെ വിറപ്പിച്ചു നിർത്തിയ ഒരു കഠിനമായ കാലത്താണ് ഈ 33-ാം അധ്യായത്തിലെ പ്രവചനം നമ്മുടെ മുന്നിലേക്ക് പ്രവാചകൻ വയ്ക്കുന്നത്. അന്ന് ഹിസ്കിയ രാജാവിൻ്റെ ഭരണകാലത്ത് ജെറുസലേം നഗരം വലിയൊരു യുദ്ധഭീതിയിലായിരുന്നു എന്ന് നമുക്കറിയാം. ശത്രുക്കൾ വാക്ക് പാലിക്കാതെ ചതിവ് കാണിച്ചപ്പോൾ ദൈവം മാത്രം തുണയെന്ന അവസ്ഥയിലാണ് പ്രവാചകൻ ഈ സന്ദേശം നൽകുന്നതും. നീതിമാനായ ദൈവം തക്ക സമയത്ത് ഇടപെടും എന്ന ഉറപ്പാണ് ഈ വചനത്തിൻ്റെ അന്തസത്ത. തൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്നവർക്ക് നാശമുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇതിലുണ്ട്. അന്നത്തെ ആ രാഷ്ട്രീയ കുഴപ്പങ്ങൾക്കിടയിലും കർത്താവിൽ പ്രത്യാശ വയ്ക്കാൻ യേശയ്യ പ്രവാചകൻ ജനത്തെ പഠിപ്പിക്കുന്നു. ഏത് വലിയ പ്രതിസന്ധിയിലും ദൈവം നമ്മുടെ കോട്ടയായി നിലകൊള്ളുമെന്ന് ഈ അധ്യായം അടിവരയിട്ട് പറയുന്നു. ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ പരമാധികാരവും നീതിയുക്തമായ വിധിയുമാണ്. ശത്രുക്കൾ നാശം വിതയ്ക്കുമ്പോൾ കർത്താവെ ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന വലിയ പ്രാർത്ഥന ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഹിസ്കിയയുടെ കാലത്ത് ഹിസ്കിയ ഒരാൾ തന്നെയാണ്. ഹിസ്കിയയുടെ കാലത്ത് അസീറിയൻ രാജാവായ സെന്നാകരീബ് ഭീഷണി ഉയർത്തിയപ്പോൾ ദൈവം അത്ഭുതകരമായി ഇടപെട്ടത് ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. ചതി ചെയ്യുന്നവർക്ക് ചതി തന്നെ തിരികെ ലഭിക്കുമെന്ന് ദൈവം ഇവിടെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അന്ന് ശത്രുക്കൾ തോറ്റൊടിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ നിങ്ങളുടെയും എൻ്റെയും പ്രതിസന്ധികളെയും ദൈവം മാറ്റുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നീതിപൂർവം ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കൂ എന്ന വലിയ സത്യം ഈ വചനഭാഗത്തിലൂടെ വെളിപ്പെടുത്തി തരികയാണ് പിതാവായ ദൈവം. ഏത് അഗ്നിപരീക്ഷയിലും വിശ്വസ്തത കൈവിടാത്തവർക്കായ ദൈവം വലിയ കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്. പാതി വഴിയിൽ വിട്ടിട്ട് പോകുന്നത് നമ്മളാണ്. കാരണം നമ്മുടെ വിശ്വാസമില്ലായ്മ. യേശയ്യ പ്രവാചകൻ്റെ ധീരമായ സ്വഭാവവും ദൈവത്തോടുള്ള അടിയുറച്ച വിശ്വാസവും ഈ അധ്യായം നിഴലിക്കുന്നുണ്ട്. ചുറ്റും പേടിയും ആശങ്കയും പടരുമ്പോഴും തളരാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുക. ദൈവം നമ്മുടെ നീതിപാലകനും രാജാവുമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ ജനത്തിൻ്റെ സങ്കടങ്ങൾ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. വരാനിരിക്കുന്ന വിനാശത്തെക്കുറിച്ച് പറയുമ്പോഴും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ അദ്ദേഹം വലിയ പ്രത്യാശ പുലർത്തിയിരുന്നു. നീതിനിഷ്ഠമായ ജീവിതം നയിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ലെന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിൻ്റെ വചനത്തിലുണ്ട്. ആത്മീയമായ ഉൾക്കാഴ്ചയോടെ ശത്രുക്കളെ നോക്കിക്കാണാൻ പ്രവാചകന് കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കും ഈ വചനം വലിയ പാഠങ്ങളാണ് നൽകുന്നത്. പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ വിധി ഉറപ്പാണെങ്കിലും അനുതപിക്കുന്നവരോട് അവിടുന്ന് കാണിക്കുന്ന അനന്തമായ കരുണ വിസ്മരണീയമാണ്. നമ്മുടെ ലോകത്ത് ഇന്ന് കാണുന്ന അനീതികൾക്കും ചതികൾക്കും മറുപടിയായി ദൈവത്തിൻ്റെ നീതി കടന്നു വരുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് രോഗങ്ങളില്ലാത്ത പാപമോചനം ലഭിച്ച ഒരു പുത്തൻ പുലരിയുണ്ടെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ നഗരമായ സിയോനെക്കുറിച്ച് പറയുന്നത് സ്വർഗീയ ഭാഗ്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണ്. ലോകം തരുന്ന ഭയത്തിനു മുൻപിൽ തളരാതെ ആത്മീയമായ ജാഗ്രതയോടെ ജീവിക്കാൻ നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. വരാനിരിക്കുന്ന കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം നമ്മെ തന്നെ അതീവ വിശുദ്ധിയോടെ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ രാജ്യത്വം അംഗീകരിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന സമാധാനത്തിലാണ് ഈ സന്ദേശം അവസാനിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നും ദൈവം തന്നെ നമ്മുടെ രക്ഷകനായി കൂടെ ഉണ്ടാകും എന്നുമുള്ള വാഗ്ദാനം എത്രയോ വലിയൊരു ആശ്വാസമാണ്. എല്ലാ കഷ്ടപ്പാടുകൾക്കും അറുതി വരുത്തുന്ന ഒരു കാലം ദൈവം നമുക്കായി കരുതി വച്ചിട്ടുണ്ട്, അത് ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ ഇന്നത്തെ പ്രയാസങ്ങൾ കണ്ട് തളർന്നു പോകരുത് എന്നാണ് വചനം നമ്മോട് പറയുന്നത്. നന്മയുടെയും വിശുദ്ധിയുടെയും പാതയിൽ നമുക്കൊരുമിച്ച് കൈതോർത്ത് പ്രാർത്ഥിച്ച് മുന്നേറാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ വരവിനായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. നമ്മുടെ കണ്ണീർ തുടയ്ക്കുവാനും നമ്മെ ചേർത്ത് പിടിക്കുവാനും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതാവസ്ഥയും കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നിങ്ങളുടെ ജീവിതങ്ങളെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ആത്മാവിനെ പരിശുദ്ധാത്മാഭിഷേകത്താൽ തമ്പുരാൻ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.